ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് KRFB. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ പാതയുടെ ദയനീയാവസ്ഥയെക്കുറിച്ചുള്ള രൂക്ഷ വിമർശനത്തിന് മറുപടിയായാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അജണ്ടയായി എത്തിയപ്പോഴാണ് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ നവീകരണ പ്രവൃത്തികളെക്കുറിച്ച് രൂക്ഷമായ വിമർശനം അംഗങ്ങൾ ഉന്നയിച്ചത്. റോഡിൻ്റെ അവസ്ഥ എത്ര കൊല്ലമായിട്ടാണ് എത്ര കൊല്ലത്തോളം നമ്മുടെ പ്രധാനപ്പെട്ട എണ്ണകളുടെ ശ്രദ്ധീയപ്പെടുത്തി മന്ത്രിസഭയിൽ ശ്രദ്ധീയപ്പെടുത്തി. പക്ഷേ ഇപ്പോഴും മഴക്കാലമായിട്ടും നമുക്ക് ഞങ്ങൾക്ക് രാവിലെ 10 കഴിയുമ്പോൾ പുറപ്പെടും. ഇതൊക്കെയും പറയുന്നത്. കനത്ത യാത്രാക്ലേശം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി KRFB ഉദ്യോഗസ്ഥർ അറിയിച്ചു. മഴ കനത്തതിനെ തുടർന്ന് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനും വലിയ കുഴികളിൽ GSB ഇട്ട് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാനുമുള്ള പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ തടസ്സമില്ലാതെ തുടരുന്ന കോൺക്രീറ്റ് ജോലികൾ പൂർത്തിയാക്കാൻ 2 മാസത്തെ സമയമാണ് കണക്കാക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും സംയുക്ത പരിശോധനയിലൂടെ പൈപ്പ് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെന്നും മരപ്പാലം ഭാഗത്തെ കട്ടിംഗ് ചരിഞ്ഞ പ്രശ്നത്തിൽ കരാറുകാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടാതെ ടാറിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചതും പ്രതിസന്ധിയായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. നമ്മുടെ വർക്ക് ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ കീഴൂർ ഭാഗത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാരണം ഇതിൽ ഫാനലായിട്ട് നമുക്ക് ചെയ്യുന്ന യൂണിറ്റ് ഷിഫ്റ്റിംഗ് ഉണ്ട്. മരം മുറിയുന്ന പ്രക്രിയ ഉണ്ടായിരുന്നു. KICBയുടെ പോസ്റ്റ് മാറ്റുന്ന പദ്ധതി ഉണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികളുണ്ടായിരുന്നു. കീഴൂരോട് ഇങ്ങോട്ടായിരുന്നു നമുക്ക് തടസ്സമില്ലാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏരിയാസ് അന്ന് അവൈലബിൾ ആയിരുന്നു. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 2 കിലോമീറ്ററോളം നമ്മൾ ടാറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് 3.5 കിലോമീറ്ററോളം മൊത്തം റോഡിൻ്റെ ഒരു പകുതിയോളം ദൂരം ടാറിങ്ങിന് സജ്ജമാക്കിയതായിരുന്നു WMA ചെയ്ത്. പക്ഷേ മഴയ്ക്ക് മുമ്പായിട്ട് ടാർ ചെയ്യാനുള്ള പ്ലാനിങ്ങും ചെയ്തിരുന്നു. അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റേറ്റ് ടാറിൽ വന്ന റേറ്റ് കാരണം അവരെ കൊണ്ട് നമുക്ക് ടാറിങ് ചെയ്യാൻ സാധിച്ചില്ല. കരാർ കാലാവധിയിൽ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാലാണ് ടാറിന് വില കൂടുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി PMA ജലീൽ ചൂണ്ടിക്കാട്ടി. 2024 സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. 2026 മാർച്ച് 23 18 മാസത്തെ കാലാവധി പൂർത്തിയാവുകയാണ്. അതുവരെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ടാറിന്റെ റേറ്റ് കൂടി ഉണ്ടാവും. അതുകൊണ്ട് ടാറിന്റെ യഥാർത്ഥത്തിൽ യഥാസമയം സമയബന്ധിതമായി ഈ വർക്കുകൾ പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ആ ടാറിന്റെ വിലവർധന വരില്ല. മികച്ച രീതിയിൽ നിർമ്മാണം നടത്തുന്ന കമ്പനിയാണ് പ്രവർത്തികൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് K പ്രേംകുമാർ MLAയും വ്യക്തമാക്കി. അവിചാരിതമായി ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളുടെ ഭാഗമായി ഇപ്പൊ ഞാൻ പറയാം, എല്ലാ പഞ്ചായത്തിലും ടാറിംഗ് വർക്ക് കൃത്യമായ സമയത്ത് ഞാൻ അതിനെ ന്യായീകരിക്കല്ല. പക്ഷെ ഒരു വസ്തുത നമുക്കറിയാവുന്നതാണല്ലോ. പിന്നെ ഊരാളുകളെ സംബന്ധിച്ചാണ്, ഊരാളുകളിൽ നിന്ന് നഷ്ടപരിഹാരമാണെങ്കിൽ ശ്രീ ജലീൽ അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് എന്റെ അഭിപ്രായം. നഷ്ടപരിഹാരം കിട്ടുമോ നമുക്ക് നോക്കാലോ. അപ്പോ അത് ഊരാളുകൾ കഴിഞ്ഞ ഒരു 20 വർഷത്തെ കേരളത്തിലെ ഗവൺമെന്റുകൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുള്ള ഒരു സ്ഥാപനമാണ്. അന്തർദേശീയ തലത്തിൽ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ഊരാളുകൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച K പ്രേംകുമാർ MLAയും PMA ജലീലും തമ്മിലുള്ള വാക്കേറ്റത്തിനും ഇടയാക്കി. ഞാൻ ഇവിടെ പറയും, ഞാൻ കൺക്ലൂഡ് ചെയ്യും. ആരുടെ ഔദാര്യമായാലും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. എന്നെ അവിടെ ഭരിക്കാൻ വരണ്ട. എനിക്ക് പറയാനുള്ള കാര്യം ഞാനിവിടെ പറയും. അതേസമയം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ മുടങ്ങിക്കിടക്കുന്ന സായാഹ്ന OP പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്നും യോഗത്തിൽ MLA ഉറപ്പു നൽകി. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഐശ്വര്യ ഹൈടെക് ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ, ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് എതിർവശം, ഒറ്റപ്പാലം.